ഒരുപാട് മനുഷ്യരുടെ ഒരു സങ്കടമാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എന്തേ ദൈവം എനിക്കൊരു ഉത്തരം തരാത്തത്? പലപ്പോഴും പലവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ്. പക്ഷേ കർത്താവ് മനോഹരമായി ഈ പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? അതിനൊരു കാരണം പറയുകയാണ്. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അതായത് നമ്മൾ പലപ്പോഴും ചേട്ടത്തിയോടൊരു വിഷമം, അനീത്യാരോട് വിഷമം, അല്ലെങ്കിൽ നാത്തൂനോടൊരു പരിഭവം, അയൽവാസികളോട് അവരോടൊക്കെ മനസ്സിലൊരു വിഷമം കൊണ്ട് നടക്കുകയാണ്. ചിലപ്പോൾ അവർ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അതിർത്തി മാന്തിയിട്ടുണ്ടാകാം, നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം, സൽപ്പേര് കളങ്കം വരുത്തിയിട്ടുണ്ടാകാം, നമ്മുടെ ബന്ധുക്കളാകാം, നമ്മൾ മിത്രങ്ങളായി കരുതിയവരാകാം. അവരെ കുറിച്ച് മനസ്സിൽ ക്ഷമിക്കാതെ സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുക. ഇവിടെ വചനം പറയുകയാണ്, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കണ്ടോ, നമ്മുടെ പാപം ക്ഷമിച്ചാൽ പിന്നെ നമുക്ക് വലുതുണ്ടോ? നമ്മൾ അത്രയും കൃപയുള്ളവരായി മാറിയില്ലേ പ്രിയമുള്ളവരെ എന്ന് പറയുകയാണ്. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവോ? നമുക്ക് ഒരുപാട് കരുണ കിട്ടണം നമ്മുടെ ജീവിതത്തിൽ. കരുണയുടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ യോഗ്യതയുള്ളൂ. നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് ശക്തിയുള്ളവരല്ല, നാം ബലഹീനരാണ്, കുറവുള്ളവരാണ്, പാപികളാണ്. എൻ്റെ വചനം പറയുകയാണ്, തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്ങനെ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മളുടെ ബന്ധുക്കളും മിത്രങ്ങളും അയൽവാസികളോടും പൂർണ്ണമായി ക്ഷമിക്കണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എന്നെ ഇഷ്ടപ്പെടാത്തവർ, എന്നെ മാറ്റി നിർത്തുന്നവർ, എന്നെ കളിയാക്കുന്നവർ, എന്നെ ഒറ്റപ്പെടുത്തുന്നവർ, എൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയവർ, എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർ, പരാജയത്തിൽ സന്തോഷിക്കുന്നവർ, എനിക്ക് വേണ്ടി പലപ്പോഴും എൻ്റെ നാശം കാണാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു. ഈശോയെ, അവരുടെ എല്ലാം പൂർണ്ണമായി ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ഈ ശുശ്രൂഷയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ പാപച്ചുമടുകൾ തിരുനാഥനേറ്റപ്പോ എൻ മനോവേദന നീങ്ങിടുന്നു. എൻ പാപച്ചുമടുകൾ തിരുനാഥനേറ്റപ്പോ എൻ മനോവേദന നീങ്ങിടുന്നു. ആ മാത്രയിൽ എൻ്റെ ബലഹീനദേഹം നവജീവധാരയിൽ ബലമണിഞ്ഞു. ആ മാത്രയിൽ എൻ്റെ ബലഹീനദേഹം നവജീവധാരയിൽ ബലമണിഞ്ഞു. പാപക്കറ തീർന്ന സൃഷ്ടിയായി ഞാൻ ഉയർത്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കും.